നമ്മളിനി പറയാൻ പോകുന്നത് സെക്കൻഡ് ടൈപ്പ് കോണി സെക്ഷൻ ആയിട്ടുള്ള പരാബോളയെ കുറിച്ചാണ്. എന്താണ് പരാബോളയുടെ ഷേപ്പ് എന്ന് പറയുന്നത്? എന്താ, വാട്ട് ഈസ് ദി ഷേപ്പ് ഓഫ് പരാബോള? പരാബോളയുടെ ഷേപ്പ് എന്ന് പറയുന്നത് തേങ്ങാ കഷ്ണം പോലെയാണ്, അല്ലെ? ഇറ്റ് ഈസ് ലൈക്ക് തേങ്ങാ കഷ്ണം പോലെയാണ് ആര് പരാബോളയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പരാബോള എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ ഒന്ന് ബോർഡിൽ ശ്രദ്ധിച്ചോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തേങ്ങാ കഷ്ണത്തിന് വിളിക്കുന്ന പേരാണ് പരാബോള എന്ന് പറയുന്നത്. വാട്ട് ഈസ് പരാബോള? അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഇത് എക്സ് ആക്സിസ് ആണ്, ഇയാണ് വൈ ആക്സിസ് ആണ്. ഈ പരാബോളയുടെ തേങ്ങാ കഷ്ണത്തിന്റെ മൂഡ് നിൽക്കുന്നത് 0 എന്ന് പറയുന്ന പോയിന്റിലാണ്, അല്ലെ? 0 എന്ന് പറയുന്ന പോയിന്റിലാണ് ഇതിന്റെ മൂഡ് നിൽക്കുന്നത്. ഈ മൂഡിനെ വിളിക്കുന്ന പേരാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, പറയുന്നത് ക്ലിയർ ആണല്ലോ? അപ്പോ ഇയാളാണ് നമ്മുടെ പരാബോളയുടെ മൂഡ് നിൽക്കുന്നത് ഈ ഒറിജിനിലാണ്, അല്ലെ? കാരണം ഇത് എക്സും ഇത് വൈയും ആണ്. എന്ന് വെച്ചാൽ വെർട്ടെക്സ് അവിടെ എന്താണ്? 0 ആണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ട്. ആ ഫിക്സഡ് പോയിന്റിന് പറയുന്ന പേരാണ് ഫോക്കസ് എന്ന് പറയും. ആരാണ്? എഫ്, ഫോക്കസ് എന്ന് പറയും. ഇവിടെ ഒരു ഫിക്സഡ് ലൈൻ ഉണ്ട്. ആ ലൈന് പറയുന്ന പേരാണ് ഡയറക്ട്രിക്സ്. ആരാണ്? ഡയറക്ട്രിക്സ്. അപ്പോ ഇവിടെ ഫോക്കസ് ഉണ്ട്, ഇപ്പുറത്ത് ആരുണ്ട്? ഡയറക്ട്രിക്സ് ഉണ്ട്. ഫിക്സഡ് പോയിന്റിന് പറയുന്ന പേരാണ് ഫോക്കസ്, ഫിക്സഡ് ലൈനിന് പറയുന്ന പേരാണ് ഡയറക്ട്രിക്സ്. ഈ തേങ്ങാ കഷ്ണം മൂട് കുത്തി നിൽക്കുന്ന സ്ഥലമാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. അത് 0 ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഈ പരാബോള എങ്ങനെയാണ് ഉണ്ടായതെന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫോക്കസിൽ നിന്ന് ഒരു 5 സെന്റിമീറ്റർ ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ, നമ്മൾ ഈ ഡയറക്ട്രിക്സിൽ നിന്നും 5 സെന്റിമീറ്റർ ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. 5 എന്ന് ഞാൻ ജസ്റ്റ് ഒരു നമ്പർ എടുത്താണ്. ഇനി ഫോക്കസിൽ നിന്ന് 6 പോയിന്റ് ഇട്ടാൽ ഡയറക്ട്രിക്സ് എന്ത് ചെയ്യും? 6 പോയിന്റ് ഇടും. ഓക്കെ, ഇവിടുന്ന് 7 പോയിന്റ് ഇട്ടാൽ ഇവിടുന്ന് ഇങ്ങോട്ട് 7 പോയിന്റ് ഇടും. അങ്ങനെയുള്ള കുറെ പോയിന്റുകൾ ജോയിൻ ചെയ്യുമ്പോഴാണ് ശരിക്കും എന്താണ് നമ്മുടെ പരാബോള ഉണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ? ദെൻ നിങ്ങൾ നോക്കണം, ഞാൻ ഈ ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് എ ആണെന്ന് വിചാരിക്കുക. ഒറിജിനിൽ നിന്ന് ഈ ഫോക്കസിലോട്ടുള്ള ലെങ്ത് എ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഫോക്കസിന്റെ കോർഡിനേറ്റ് എന്താ ഉണ്ടാവുക? എ 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ? കാരണം ഇത് 0 ആണ്, ഇവിടുന്ന് ഇങ്ങോട്ട് എ ആണെങ്കിൽ ഫോക്കസിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് A0 ആയിരിക്കും. ഇവിടെ എ ആണെങ്കിൽ ഇവിടെ എന്താ ഉണ്ടാവുക? -A ആണ്, അല്ലെ? ഇങ്ങോട്ട് എ ആണെങ്കിൽ ഇവിടെ ആരുണ്ടാവും? -A ആണ്. നമുക്കറിയാം നമ്പർ ലൈനിൽ ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ -5 ഉണ്ടാവുക. എന്ന പോലെ ഇവിടെ എ ആണെങ്കിൽ ഇവിടെ -A ആണ്. ഇവിടെ ആരാ -A? ഇത് എക്സ് ആക്സിസ് അല്ലടാ. അപ്പൊ ഇങ്ങോട്ട് എക്സ് എന്താണ്? -A ആണ്. ഇങ്ങോട്ട് എക്സ് -A ആണ്. ആ മൈനസിനെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്തായി? x+a = 0 ആയി. എന്ന് വെച്ചാൽ നമ്മൾ ഈ ലൈൻ വെച്ചിട്ടാണ് പറഞ്ഞത്. ഈ ലൈൻ ആരാണ്? ഡയറക്ട്രിക്സ് അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്ന് പറയാം. വ്യക്തമായില്ല? ശ്രദ്ധിച്ചോ, ഇങ്ങോട്ട് ലെങ്ത് a ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് എന്തായിരിക്കും? -A ആയിരിക്കും. -A എന്ന് വെച്ചാൽ x ലെങ്ത് ആണ് -A. ദാറ്റ് ഈസ് x = -A. -A അങ്ങോട്ട് വന്നപ്പോൾ x+a = എന്തായി? 0 ആയി. ഇയാൾ ഡയറക്ട്രിക്സ് ആണ്. അപ്പൊ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് എന്ത് പറയാം? x+a = 0 എന്ന് പറയാം. ഓക്കെ ആണല്ലോ? x+a = 0 എന്ന് പറയാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് പരാബോള. ഫിക്സഡ് പോയിന്റിന് പറയുന്ന പേരാണ് ഫോക്കസ് A0 എന്ന് പറയുന്നത്. ഈ നിൽക്കുന്ന സ്ഥലമാണ് എന്ത്? 0 എന്ന് പറയുന്ന വെർട്ടെക്സ്. ഫിക്സഡ് ലൈൻ ആണ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോക്കസിന്റെ കോർഡിനേറ്റ് A0 ആണെങ്കിൽ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? x+a = 0 ആയിരിക്കും. അതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി, A0 ആണെങ്കിൽ x+a = 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി അങ്ങനെയെങ്കിൽ ഈ പരാബോളയുടെ ഇക്വേഷൻ ഉണ്ടായിരിക്കുമല്ലോ. എന്തായിരിക്കും ഈ പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഈ കേസിൽ പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് y² = 4ax ആണ്. എന്താണ്? y² = 4ax. അപ്പം ഇയാളാണ് ആരുടെ ഇക്വേഷൻ? പരാബോളയുടെ ഇക്വേഷൻ. ഏത് കേസിൽ? ഈ കേസിൽ പരാബോളയുടെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? അപ്പൊ പരാബോളയുടെ ഇക്വേഷൻ എന്താണ്? y² = 4ax. ഞാൻ ചോദിക്കട്ടെ, ഈ പരാബോള ഒറ്റ രീതിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ? ഈ ഒരു രീതിയിൽ മാത്രമാണോ പരാബോള ഉണ്ടാവുക? അല്ല. നിങ്ങൾ ഒന്നുകൂടെ നോക്കിക്കോ. നമ്മൾ ഇതാ ഒരു
എക്സ് ആക്സ് വൈ ആക്സ് എടുക്കുകയാണ്, എക്സ് ആക്സ് വൈ ആക്സ് എടുക്കുകയാണ്. നമ്മളെടുത്ത പരാബോള, നമ്മളെടുത്ത തേങ്ങാ കഷ്ണം ഇപ്പൊ തിരിഞ്ഞു നിൽക്കുന്നത് ഇങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്. തേങ്ങാ കഷ്ണം തിരിഞ്ഞു നിൽക്കുന്നത് ഇങ്ങോട്ടാണ്. ഒരുപക്ഷെ ഈ കഷ്ണം നേരെ തിരിഞ്ഞ് ഇങ്ങോട്ട് നിന്നേക്കാം, ഈ കഷ്ണം നേരെ തിരിഞ്ഞിട്ട് മുകളിലോട്ട് നോക്കിയേക്കാം, ഈ കഷ്ണം തിരിഞ്ഞിട്ട് എന്ത് ചെയ്യാം, താഴോട്ട് നോക്കിയേക്കാം. എന്ന് വെച്ചാൽ പരാബോളയുടെ കേസിൽ നമുക്ക് ഇനി 4 ടൈപ്പ് പറയാനുണ്ട്. കൺസെപ്റ്റ് തന്നെയാണ്, ഒന്നാമതിൽ പഠിച്ച കൺസെപ്റ്റ് തന്നെയാണ്. ബാക്കി 4 നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് പരാബോള എങ്ങനെ ഉണ്ടാവും, സെക്കൻഡ് ടൈപ്പ് എങ്ങനെ ഉണ്ടാവും, തേർഡ് ടൈപ്പ് മുകളിലോട്ട് നോക്കും, 4ാമത്തെ ടൈപ്പ് താഴോട്ട് നോക്കും. 4 കേസസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ആ 4 കേസും ആ കേസസിന്റെ ഇക്വേഷനും അതിന്റെ ഫോക്കസും അതിന്റെ വെർട്ടെക്സും എല്ലാം ഞാൻ എന്ത് ചെയ്യേണ്ട ഒരു ടേബിൾ ആയിട്ട് പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പരാബോളകൾ ഏതൊക്കെയാണ് പറയാൻ പോകുന്നത്. 4 കേസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഏതൊക്കെ 4 കേസ്? 4 കേസ് ഇതാ. ഒന്നാമത്തെ കേസ് ഇതാ ഇങ്ങനെ നിൽക്കുന്ന കഷ്ണം അല്ലെ, തേങ്ങാ കഷ്ണം ഇങ്ങനെ നിൽക്കും. സെക്കൻഡ് ടൈപ്പ് ഇതാ ഈ ടൈപ്പ്. തേർഡ് വൺ മുകളിലോട്ട് നോക്കുന്നു, ഫോർത്ത് വൺ താഴോട്ട് നോക്കുന്നു. 4 കേസസ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ടൈപ്പ് ഈ ബോക്സ് കണ്ട് പഠിക്കുന്നതോട് കൂടി പരാബോള ഇവിടെ തീരും. പരാബോള ഇവിടെ തീരും. അപ്പോൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ബോർഡിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്ന 4 കേസിലെയും ഇക്വേഷൻസ് പഠിക്കുകയാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആദ്യം ഈ ഫിഗർ ഓർത്ത് വെക്കുക അല്ലെ. ഒന്നാമത്തെ ഫിഗർ ഇതാ ഇങ്ങോട്ട് റൈറ്റിലോട്ട് നോക്കുന്നു, ലെഫ്റ്റിലോട്ട് നോക്കുന്നു, മുകളിലോട്ട് നോക്കുന്നു, താഴോട്ട് നോക്കുന്നു. 4 കേസ്. ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ കേസ് നമ്മൾ പറഞ്ഞു. ഇക്വേഷൻ എന്തായിരുന്നു? y² ഈസ് ഈക്വൽ ടു 4ax ആണ്. ആരാണ്? y² ഈസ് ഈക്വൽ ടു 4ax ആണ്. രണ്ടാമത്തെ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം, y² ഈസ് ഈക്വൽ ടു -4ax. ഓക്കെ, ഒന്നാമത്തെ y² ഈസ് ഈക്വൽ ടു 4ax ആണ്, രണ്ടാമത്തെ y² ഈസ് ഈക്വൽ ടു -4ax ആണ്. മൂന്നാമത്തെ എന്താണ്ടാവും പറഞ്ഞോ, x² ഈസ് ഈക്വൽ ടു 4ay ആണ്. x² ഈസ് ഈക്വൽ ടു 4ay ആണ്. അപ്പൊ നാലാമത്തെ എന്താ? x² ഈസ് ഈക്വൽ ടു -4ay ആണ്. ഓക്കെ, ക്ലിയർ. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ y² ഈസ് ഈക്വൽ ടു 4ax, രണ്ടാമത്തത് y² ഈസ് ഈക്വൽ ടു -4ax, മൂന്നാമത്തത് x² ഈസ് ഈക്വൽ ടു 4ay, നാലാമത്തത് x² ഈസ് ഈക്വൽ ടു -4ay ആണ്. അങ്ങനെയെങ്കിൽ ഇതാ വെർട്ടെക്സ് നോക്കാം. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഞാൻ പറഞ്ഞു ആ തേങ്ങാ കഷ്ണത്തിന്റെ മൂഡ് അല്ലെ. ആ തേങ്ങാ കഷ്ണം ടച്ച് ചെയ്തിരിക്കുന്ന ഭാഗം ഏതാ? ഒറിജിനിലാണ്, 0,0 എവിടെയാണ്? 0,0 അപ്പൊ വെർട്ടെക്സ് എല്ലാം തന്നെയാണ് കേട്ടാ. ഇവിടെ 0,0 അല്ലെ, ടച്ച് ചെയ്യുന്ന 0,0,0,0. 4 കേസ് എന്താണ്? വെർട്ടെക്സ് 0,0. 4 കേസിലും വെർട്ടെക്സ് എന്താണ്? 0,0 ആണ്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, വെർട്ടെക്സ് 0,0 അല്ലാത്ത കേസ് വരൂലേ എന്ന്. അത് വരും. പക്ഷേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഈ 0,0ന്റെ കേസിൽ നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൂ. കാരണം നമ്മൾ +1 പഠിക്കുന്ന കോണിക് സെക്ഷനിൽ 0,0 ഉള്ള കേസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അല്ലാത്ത കേസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇല്ലാന്നല്ല, അല്ലാത്ത കേസ് ഉണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താണ്? വെർട്ടെക്സ് 0,0 ആയിട്ട് വരുന്ന കേസാണ്. ദെൻ ഫോക്കസ് അല്ലെ, നമ്മൾ ഈ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ടൈപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോക്കസ് എന്തായിരുന്നു? A0 ആണ് അല്ലെ. ഫോക്കസ് A0 ആണ്. അപ്പൊ ഒന്നാമത്തെ കേസിൽ ഫോക്കസ് A0 ആണ്. രണ്ടാമത്തേൽ എന്താ മാറ്റം? രണ്ടാമത്തേൽ A എവിടെയാണ് എന്ന് വെച്ചാൽ നെഗറ്റീവ് സൈഡ് ആണ്. അപ്പൊ -A0 ആയി. മൂന്നാമത്തെ എന്താ മാറ്റം? മൂന്നാമത്തെ നേരെ തിരിഞ്ഞ് മുകളിലോട്ട് വന്നില്ലേ, അപ്പൊ എന്തായി? 0a ആവും. നാലാമത്തെ എന്തായിരിക്കും? അപ്പോ 0 - a ആയി. ക്ലിയർ ആണല്ലോ. അപ്പോ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ കേസിൽ A0 ഫോക്കസ് ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ x + A0 ആണ്. അപ്പൊ -A0 ഫോക്കസ് ആണെങ്കിൽ എന്താ ഉണ്ടാവുക? x - A0 ആണ്. ഓക്കെ, മൂന്നാമത്തെ നിങ്ങൾ നോക്കിക്കോ, ഇത് y ആക്സിലല്ലേ കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്താവും? y + A0 ആണ്. നാലാമത്തെ എന്തായി? y - A0 ആണ്. 4 കേസായി. ലാസ്റ്റ് സിമ്മട്രിക് എന്നാണ്. സിമ്മട്രിക് എടാ, ഇത് ഒന്നാമത്തെ പരാബോള കിടക്കുന്നത് x ആക്സിലല്ലേ അല്ലെ. ആ തേങ്ങാ കഷ്ണം കിടക്കുന്നത് x-ലാണ്. രണ്ടാമതും കിടക്കുന്നത് x-ലാണ്. 3 കിടക്കുന്നത് y ആക്സിലാണ്. 4 കിടക്കുന്നത് എവിടെയാണ്? y ആക്സിലാണ്. എന്താ സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ? സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ മിറർ ഇമേജ് എന്നാണ് അല്ലെ. ഈ കൈയിന് സിമ്മട്രിക് ആണ് ഈ കൈ, ഈ കൈക്ക് സിമ്മട്രിക് ആണ് ഈ കൈ. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ഈ തേങ്ങാ കഷ്ണത്തിന് സിമ്മട്രിക് ആയിട്ടുള്ള കഷ്ണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇയാൾ x ആക്സിലാണെങ്കിൽ അതിന്റെ സിമ്മട്രി എന്താണ്? സിമ്മട്രിക് ടു എന്താണ്? x ആക്സിസ് ആണ്. സിമ്മട്രിക് ടു x ആക്സിസ്. രണ്ടാമത് സിമ്മട്രിക് ടു x ആക്സിസ്. മൂന്നാമത് സിമ്മട്രിക് ടു y ആക്സിസ്. നാലാമത് സിമ്മട്രിക് ടു എന്താണ്? y ആക്സിസ് ആണ്.
അഞ്ചാമത്തെ പ്രധാനപ്പെട്ടാണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. ആരാണ്? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. ഞാനത് നേരത്തെ പറയാൻ വിട്ടതാണ്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പരാബോള എങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പരാബോള വരച്ചു. ഇവിടെ ആരുണ്ടായിരുന്നു? ഫോക്കസ് ഉണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു? ഫോക്കസ് ഉണ്ടായിരുന്നു. ആ ഫോക്കസിലൂടെയുള്ള പെർപെൻഡിക്കുലാർ ലൈനിനെ പറയുന്ന പേരാണ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത്. എന്താണ്? ലാറ്റസ് റെക്ടം. ആ ലാറ്റസ് റെക്ടത്തിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 4a ആണ്. ലാറ്റസ് റെക്ടത്തിന്റെ ലെങ്ത് എന്താണ്? 4a ആണ്. ഈ ഒരു ഭാഗം 2a ഉണ്ടാവും, അതിന്റെ താഴെ ഭാഗം 2a ഉണ്ടാവും. അപ്പൊ ടോട്ടൽ ഭാഗം എന്തുണ്ടാവും? 4a ഉണ്ടാവും. സോ വാട്ട് ഈസ് ലാറ്റസ് റെക്ടം? ലാറ്റസ് റെക്ടം ഈസ് ദി പെർപെൻഡിക്കുലർ ലൈൻ പാസിംഗ് ത്രൂ ദി ഫോക്കസ് ആണ്. ഓക്കെ, ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ലൈനിന് പറയുന്ന പേരാണ് എന്ത്? ലാറ്റസ് റെക്ടം. ലാറ്റസ് റെക്ടത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 4a ആണ്. 4a 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 എല്ലാ കേസിലും 4a ആണ്. സിമ്പിൾ അല്ല? അപ്പൊ നമുക്കൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാം. 4 കേസ് പരാബോള ഉള്ളത് അല്ലെ? ഒന്നാമത്തെ ഇക്വേഷൻ y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4x, രണ്ടാമത്തത് y സ്ക്വയർ ഈസ് ഈക്വൽ ടു -4x, മൂന്നാമത്തത് മൈൻഡിൽ പറയാൻ കേട്ടോ, മൂന്നാമത്തത് x സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay, നാലാമത്തത് x സ്ക്വയർ ഈസ് ഈക്വൽ ടു -4ay. ഓക്കെ, അങ്ങനെയെങ്കിൽ വെർട്ടെക്സ് എല്ലാം എന്താണ്? സെയിം ആണ്, 0 0 ആണ്. ലാസ്റ്റ് ഫോക്കസ് എന്താണ്? ഒന്നാമത് a0 ആണ്, രണ്ടാമത് -a0 ആണ്, മൂന്നാമത് 0a ആണ്, നാലാമത് 0 - a ആണ്. ദെൻ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ഇതാ, x + a = 0, x - a = 0, y + a = 0, y - a = 0. സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ആക്സിലാണ് എടുക്കണമെന്ന് നോക്കുക. ഒന്നാമത്തെ x ആക്സ് ആണെങ്കിൽ സിമ്മട്രിക് ടു x ആക്സ് ആണ്. ഇത് എടുക്കുന്നത് x ആക്സിലാണ്. സോ സിമ്മട്രിക് ടു x ആക്സ് ആണ്. ബാക്കി രണ്ടും എന്താണ്? സിമ്മട്രിക് ടു y ആക്സ് ആണ്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം നിങ്ങൾ നോക്കേണ്ട എല്ലാം എന്താണ്? 4a ആണ്. എന്തായിരുന്നു ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ? ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ലൈൻ പാസിംഗ് ത്രൂ ദി ഫോക്കസ് ആണ്. ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ലൈൻ പറയുന്ന പേരാണെന്ത്? ലാറ്റസ് റെക്ടം. അതിന്റെ ലെങ്ത് എന്താണ്? 4a ആണ്. അപ്പൊ പരാബോളയുടെ, അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ, പരാബോളയുടെ ലാറ്റസ് റെക്ടം 4a ആണ്. പരാബോളയുടെ ഇക്വേഷൻ y = 4ax ആണ്. പരാബോളയുടെ എന്ന് പറഞ്ഞാൽ പഠിക്കണം. കാരണം എന്താ? ഇതിന് സിമിലർ ആയിട്ടുള്ള ടേംസ് ബാക്കി രണ്ടിലും വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇതോടുകൂടി ഇതിന്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ ഇവിടെ എന്ത് ചെയ്യാണ്? അവസാനിക്കാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ അങ്ങനെയെങ്കിൽ നമുക്കിവിടെ പരാബോളയുമായി ബന്ധപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് എഴുതേണ്ട. ക്വസ്റ്റ്യൻ എഴുതണേ, ഫൈൻഡ് കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കസ്, ആക്സിസ്, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്, length of lattice rectum of the following parabola. Sub questions ഒന്നാമത്തത് y square is equal to 8x. Second one, x square is equal to -9y. Third one, 3x square plus 7y is equal to 0. Fourth one, y square is equal to 12x. Fifth one, y square is equal to -8x. Sixth one, 6x square is equal to 9y. Okay, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? y square is equal to 8x ആണ്. ഈ പരാബോളയുടെ ഫോക്കസ് കാണണം, ആക്സിസ് കാണണം, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് കാണണം, ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം കാണണം. നമുക്കറിയാം 4 ടൈപ്പ് പരാബോളയുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന പരാബോള ഏത് ടൈപ്പ് ആണെന്നാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. y സ്ക്വയർ ഈസ് ഈക്വൽ ടു 8x. നിങ്ങൾക്കറിയാം ഏത് ടൈപ്പാ? 4 ടൈപ്പാണുള്ളത്. ഒന്ന്, y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ax, y സ്ക്വയർ ഈസ് ഈക്വൽ ടു -4ax, x സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay, x സ്ക്വയർ ഈസ് ഈക്വൽ ടു -4ay. 4 ടൈപ്പ് ഉണ്ട്. അപ്പോ ഇത് ഏത് ടൈപ്പാ? y സ്ക്വയർ ഈസ് ഈക്വൽ ടു 8x. ഇതല്ല ഒന്നാമത്തതാണ്. അപ്പോ ഇത് സമാനമായത് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ax ആണ്. നോക്കണം, ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് 4a ആണ് അല്ലെ, ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് 8 ആണ്. അതുകൊണ്ട് 4a ഈസ് ഈക്വൽ ടു 8 ആണ്. 4a ഈസ് ഈക്വൽ ടു 8. ഫ്രം ദിസ് a ഈസ് ഈക്വൽ ടു 8/4 ഈക്വൽ ടു 2. a എന്ന് പറയുന്നത് 2 ആണ്.
ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ചോദ്യം കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കസ് കാണണം. കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കസ് കാണണം. നമുക്കറിയാം ഒന്നാമത്തെ ടൈപ്പിൽ ഫോക്കസ് എന്ന് പറയുന്നത് ആരാണ്? ഫോക്കസ് ആരാണ്? A0 ആണ്. സോ എ എന്ന് പറയുന്നത് 2 അല്ലേ? സോ ഫോക്കസ് എന്ന് പറയുന്നത് ആരാണ്? 2 0 ആണ്. ദെൻ അടുത്ത് വേണ്ടത് ഏത് ആക്സിസ് ആണെന്നാണ്. ഏത് ആക്സിസാ? ഒന്നാമത്തെ ചിത്രം കിടക്കുന്നത് ഏത് ആക്സിസിലാ? ഒന്നാമത്തെ കിടക്കുന്നത് എക്സ് ആക്സിലാണ്. അപ്പൊ നമുക്ക് പറയാം അത് കിടക്കുന്നത് എക്സ് ആക്സിസിലാണ്. ഒന്നാമത്തെ ചിത്രം കിടക്കുന്നത് എക്സ് ആക്സിലാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ആണ്. നമുക്കറിയാം ഒന്നാമത്തെ കേസിന്റെ ഫോക്കസ് A0 ആണ്. ആ കേസിൽ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് എ ഈസ് ഈക്വൽ ടു 0 ആണ്. എക്സ് പ്ലസ് എ എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റം എന്താണെന്നാണ്. ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റം എന്താ? ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ 4a ആണ് അല്ലെ? 4a ആണ്. ഇസ് ഈക്വൽ ടു 4 × 2 ഈക്വൽ ടു 8 ആണ്. ഒന്നാമത്തെ ചോദ്യം കംപ്ലീറ്റ്. അപ്പൊ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ചെയ്താൽ മതി. ഏത് ടൈപ്പ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഒന്ന് നമ്മൾ ചെയ്തു. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയണം രണ്ടാമത്തത് x² = -9y. x² = -9y ഏത് ടൈപ്പാ? x² = -4ay എന്ന് പറയുന്ന ടൈപ്പാണ്. അതുപോലെ ചെയ്താൽ അതിന്റെ ആൻസർ കിട്ടും. അപ്പൊ അവിടെ ഫോക്കസ് മാറും, അവിടെ ഇക്വേഷൻ മാറി, അവിടെ വെർട്ടെക്സിലെ ആ ബോക്സ് പ്രകാരമുള്ള കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടി. ഓക്കെ, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ദെൻ മൂന്നാമത്തതൊന്ന് ശ്രദ്ധിച്ചോ. മൂന്നാമത്തൊന്നും ഇവിടെ ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. തേർഡ് ക്വസ്റ്റ്യൻ ആരാണ്? 3x² + 7y = 0 ആണ്. മൂന്നാമത്തെ ചോദ്യം കേട്ടോ. മൂന്നാമത്തെ ചോദ്യം തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഫോമിലാണോ? ഈ 4 രീതിയിൽ ഏതെങ്കിലും ഒരു ഫോമിലാണോ? അല്ല. ഒന്നുകിൽ y² ആവണം, അല്ലെങ്കിൽ x² ആവണം. അപ്പൊ ആ ഫോമിലല്ല ഉള്ളത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആ ഫോമിലോട്ട് മാറ്റണം. സോ നമ്മൾ സ്ക്വയർ ഉള്ള ടേമിനെ അവിടെ നിർത്തി, 3x² അവിടെ നിർത്തി, പ്ലസ് 7y അപ്പുറത്ത് കൊണ്ടായാലും എന്തായി? -7y ആയി. ഓക്കെ, x² അവിടെ വെച്ചു, അപ്പുറത്ത് ആരുണ്ട്? -7y ഉണ്ട്. × 3 അങ്ങോട്ട് കൊണ്ടായാലും എന്തായി? -7/3 എന്നായി. ഓക്കെ, ഇപ്പൊ ഇത് ഏത് ടൈപ്പിലാണ്? x² = -7/3y എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പാ? ഇതാ നാലാമത്തെ ടൈപ്പ് അല്ലടാ. നാലാമത്തെ ടൈപ്പ്, ദാറ്റ് ഈസ് x² = -4ay എന്ന് പറഞ്ഞ ഫോമിലാണ്. x² = -4ay എന്ന് പറഞ്ഞ ഫോമില അല്ലെ? കമ്പയർ ചെയ്യാം. ഇവിടെ y-ന്റെ കോഎഫിഷ്യന്റ് -4a ആണ്. -4a = ഇവിടെ y-ന്റെ കോഎഫിഷ്യന്റ് -7/3 ആണ്. -7/3 ആണ്. ഓക്കെ, ദെൻ നമുക്ക് എന്താവും? 2 മൈനസും കട്ടാവും. a = എന്ത് കിട്ടും? 7/12 എന്ന് കിട്ടും. 7/12 എന്ന് കിട്ടും. a കിട്ടിയല്ലോ. 7/12 ആണ്. സിമിലർലി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ നമുക്ക് എന്ത് ചെയ്യാം? ഫോക്കസ് കാണാം. ഒരു കാര്യം ഓർക്കേണ്ടത് നാലാമത്തെ ടൈപ്പാണ് അല്ലെ? നാലാമത്തെ ടൈപ്പിലൂടെ ഇക്വേഷൻ. നാലാമത്തെ ടൈപ്പിൽ ഫോക്കസ് എന്തായിരുന്നു ഫോക്കസ്? 0 - a ആണ് ഫോക്കസ്. 0 - a = 0 - 7/12 ആണ്. ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റം കണ്ടുപിടി. എങ്ങനെ കാണും? 4 × a, 4 × 7/12 ചെയ്താൽ ആൻസർ ആയി. ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റം ഏത് ആക്സിലാണ് ഉണ്ടാവുക? നാലാമത്തെ ടൈപ്പ് ആയതുകൊണ്ട് y ആക്സിലാണ്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ആദ്യം എന്താ ചെയ്യാനുള്ളൂ? നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിൾ ഇല്ലേ, അത് കൃത്യമായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് ചെയ്യണം? ഏത് ടൈപ്പ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find equation of parabola with focus 2 0 and directrix x is equal to -2. Find equation of parabola with focus 2 0 and directrix x is equal to -2. ഞാൻ ചോദിക്കട്ടെ, ഒരു പരാബോളയുടെ ഇക്വേഷൻ കാണണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം? പരാബോളയുടെ ഇക്വേഷൻ അറിയണമെങ്കിൽ ഒന്നും അറിയണ്ട, a മാത്രം അറിഞ്ഞാൽ പോരെ? മതിയുടെ ഇക്വേഷൻ അറിയണമെങ്കിൽ. പക്ഷെ ഏത് ടൈപ്പാന്ന് പറയണം അല്ലെ? 4 ടൈപ്പിൽ ഏത് ടൈപ്പാന്ന് പറയണം. എയും കൂടെ അറിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. നിങ്ങൾ നോക്കിക്കേ, ഫോക്കസ് 2 0 എന്ന് വെച്ചാൽ ഫോക്കസ് 2 0 എന്ന് പറഞ്ഞാൽ ഏത് ഫോമില?
A0 എന്ന് പറഞ്ഞ ഫോമില അല്ലടാ, A0 എന്ന് പറഞ്ഞ ഫോമില. അപ്പൊ ഏത് ടൈപ്പാണ്? റിക്വയർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈപ്പാണ് അല്ലെ? A0 എന്ന് പറഞ്ഞ ഫോമില് 20 എന്ന് പറഞ്ഞ ഫോമിലാണെങ്കിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താ? y² = 4ax ആണ്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സും വൈയും ഉണ്ടായിരിക്കും. ദാറ്റ്സ് ഓൾ. y² = 4ax ആണ്. അപ്പോൾ ഇവിടെ 20 എന്ന് പറഞ്ഞാൽ അല്ലെ A0 ആണ്. സോ A = എന്താണ്? 2 ആണ്. A എന്ന് പറഞ്ഞാൽ ആരാണടാ? 2 ആണ്. സോ y² = 4 × 2 × x. ദാറ്റ് ഈസ് y² = 8x ആണ്. y² = എന്താണ്? 8x ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് പാരബോള with vertex 0 0 and passing through the point 5 2 and symmetric y-axis. എടാ ചോദ്യം പരാബോളയുടെ ഇക്വേഷൻ എഴുതാനാണ്. വെർട്ടെക്സ് 0 0 തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നോർമൽ കേസിൽ നമ്മൾ പഠിക്കുന്നതിന്റെ ഒക്കെ വെർട്ടെക്സ് എന്ത് തന്നെയാണ്? 0 0 തന്നെയാണ്. അല്ലാത്തതിന് വേറെ മെത്തേഡ് ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു എക്സാം ലെവലിൽ അത് ചോദിക്കാൻ ഒരു ചാൻസും ഇല്ല. ദെൻ പാസ് ചെയ്യുന്ന പോയിന്റ് അല്ലെ, ഇവിടെ ഒരു പരാബോള ഉണ്ട്. ആ പരാബോളയുടെ വെർട്ടെക്സ് 0 0 ആണ്. ആ പരാബോള പാസ് ചെയ്യുന്ന പോയിന്റ് 5 2 ആണ്. അത് ആർക്ക് സിമ്മട്രിക് ആണ്? y ആക്സിന് സിമ്മട്രിക് ആണ്. ഇത്രയും കാര്യമാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് പാരബോള വിത്ത് വെർട്ടെക്സ് 0 0 പാസിംഗ് ത്രൂ ദി പോയിന്റ് 5 2 ആൻഡ് സിമ്മട്രിക് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ്. എടാ ഇത് ഏത് ടൈപ്പാന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? ഇത് ഏത് ടൈപ്പാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കൺസെപ്റ്റ് ക്ലിയർ ആയി. 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? ഏത് ടൈപ്പാ? നന്നായിട്ട് ആലോചിച്ച് നോക്കിയേ. ഇതിൽ പറഞ്ഞ ഒരു കാര്യം, സിമ്മട്രിക് ആർക്ക് സിമ്മട്രിക് ആണ്? y ആക്സിന് സിമ്മട്രിക് ആണ്. y ആക്സിന് സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഫിഗർ വരുമോ? ഇല്ല. കാരണം എന്താ? ഇത് വന്നാൽ x ആക്സിനാണ്, ഇങ്ങനെ വന്നാലും x ആക്സിനാണ് സിമ്മട്രിക്. y ആക്സിന് സിമ്മട്രിക് ആവണമെങ്കിൽ ഒന്നുകിൽ മൂന്നാമത്തെ കേസ് വരണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നാലാമത്തെ കേസ് വരണം. ക്ലിയർ ആണല്ലോ? അപ്പൊ y ആക്സിന് സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രണ്ട് കോൺസെപ്റ്റ് കിട്ടി. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് പറഞ്ഞു. ഏത് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്? 5 2 പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഉറപ്പായി 5 2 പാസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കടാ. എടാ ഇവിടെ ഉള്ള പോയിന്റിന്റെ പ്രത്യേകത എന്താ? എക്സ് നെഗറ്റീവ് ആവും, വൈ നെഗറ്റീവ് ആവും അല്ലെ? ഇവിടെ -x -y ആ വരിക. ഇവിടെ ഉള്ള പോയിന്റിന്റെ പ്രത്യേകത എന്താ അല്ലെ? ഇവിടെ എക്സ് പോസിറ്റീവ് ആണ്, വൈ നെഗറ്റീവ് ആണ്. എന്ന് വെച്ചാൽ എക്സ് പോസിറ്റീവ് ആവും, വൈ നെഗറ്റീവ് ആവും. ഇവിടെ ഉള്ള പോയിന്റിന്റെ പ്രത്യേകത എന്താ? ഇവിടെ എക്സും പോസിറ്റീവ് ആണ്, ഇവിടെ എന്താണ്? വൈയും പോസിറ്റീവ് ആണ്. നിങ്ങൾ നോക്കിയൊക്കെ, പാസ് ചെയ്യുന്ന പോയിന്റ് 5 2 അല്ലടാ. 5 2 എന്ന് പറഞ്ഞ ആള് ഈ ഭാഗത്തല്ലേ ഉണ്ടാവുക, ഇവിടെ അല്ലേ 5 2 ഉണ്ടാവുക അല്ലേ? കാരണം രണ്ടും പോസിറ്റീവ് ആണ്. അപ്പം ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരണ്ടേ? എന്ന് വെച്ചാൽ ഇത് രണ്ടും വൈക്ക് സിമ്മട്രിക് ആണ്. പക്ഷെ 5 2 ഉള്ള കേസ് എന്ന് പറയുന്നത് ഏതാണ്? ഈ കേസ് ആണ്. ഏത് കേസാണ്? ഈ കേസ് ആണ്. അപ്പൊ ഇത് എത്രാമത്തെ ടൈപ്പാ? മൂന്നാമത്തെ ടൈപ്പാണ്. അപ്പൊ നമ്മൾ റിക്വയർഡ് ഇക്വേഷൻ എന്താ? റിക്വയർഡ് ഇക്വേഷൻ എന്താ? മൂന്നാമത്തെ ടൈപ്പിന്റെ ഇക്വേഷൻ ആണ്. മൂന്നാമത്തെ ടൈപ്പ് ആരടാ പറഞ്ഞോ? മൂന്നാമത്തെ ടൈപ്പ് x² = 4ay ആണ് മൂന്നാമത്തെ ടൈപ്പ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇക്വേഷൻ ഏതെങ്കിലും ആരറിയണം? എ അറിയണം. എ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. അതിന് പകരം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പാസ് ചെയ്യുന്ന പോയിന്റ് ആണ് 5 2 അല്ലെ? ഏത് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്? പാസിംഗ് ത്രൂ 5 2 ആണ്. 5 2 പാസ് ചെയ്യുന്നുണ്ട്. 5 2 പാസ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ എക്സിന് 5 ഒന്നും വൈക്ക് 2 ഒന്നും കൊടുക്കുകയാണ്. എക്സിന് 5, വൈക്ക് എന്ത് ചെയ്യാണ്? 2 എന്ന് കൊടുക്കുകയാണ്. അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറും? x², that is 5² = 4 × a × y എന്ന് പറഞ്ഞാൽ 2 ആണ്. that is 25 = 4 × 2 എന്ന് പറഞ്ഞാൽ 8a ആണ്. ഫ്രം ദിസ് a is equal to 25/8 ആണ്. a നമുക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതല്ലോ. ഇക്വേഷൻ എന്താ? x² = 4ay ആണ്. x² = 4 × a എന്ന് പറഞ്ഞാൽ എന്താ? 25/8 ആണ്. 25/8 ആണ് ഇൻറ്റു y ആണ്. x² = ഈ 4ഉം 8ഉം കട്ട് ചെയ്ത് പോവല്ലോ. ദാറ്റ് ഈസ് 25/2 × y ആണ്. ഓക്കെ ആണല്ലോ? x² = 25/2 × y ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് എന്ത് വെക്കാം, എക്സ് സ്ക്വയർ അല്ലെ, ആ മൊത്തം ടേമിനെ അങ്ങോട്ട് കൊണ്ടുവരാം. 25/2y ഈസ് ഈക്വൽ ടു എന്തായി 0 എന്ന് പറഞ്ഞ ഫോമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ വെക്കാവുന്നതാണ്. നല്ല ചോദ്യമല്ലേ, നല്ല ചോദ്യമല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു ചോദ്യം 2019 നവംബറിലെ കാൻഡിഡേറ്റ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. നല്ല ചോദ്യമാണ്. നമ്മൾ പരാബോള എന്ന് പറയുന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം എങ്ങനെയാണ്, the perimeter of the triangle formed by the end points of the latus rectum of the parabola y square is equal to 12x is option A 12 plus 3 root 5, option B 36, option C 30, option D 12 plus 6 root 5. ചോദ്യം എന്താണ്, y square is equal to 12x എന്ന് പറയുന്ന ഒരു പരാബോളയുണ്ട്. ആ പരാബോളയുടെ ലാറ്റസ് റെക്ടത്തിന്റെ എൻഡ് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് എന്തുണ്ടാക്കുന്നുണ്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്താണെന്നാണ്, ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്താണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്കറിയാം ഒരു ഫോക്കസ് ഉണ്ട്, ഒരു പരാബോള എടുക്കുകയാണ്, ഫസ്റ്റ് ടൈപ്പ് എടുക്കുകയാണ്. ഫസ്റ്റ് ടൈപ്പ് എടുക്കാനുള്ള കാരണം എന്താ, y സ്ക്വയർ ഈസ് ഈക്വൽ ടു 12x ആണ്. ഏത് ടൈപ്പാണ്, ഒന്നാമത്തെ ടൈപ്പാണ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ടൈപ്പ് ഒരു പരാബോള വരച്ചു, ഫസ്റ്റ് ടൈപ്പ് വരച്ചു. നമുക്കറിയാം ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ ഫോക്കസിലൂടെയുള്ള പെർപെൻഡിക്കുലർ ലൈനിനെ വിളിക്കുന്ന പേരാണ്, ഫോക്കസിലൂടെയുള്ള പെർപെൻഡിക്കുലർ ലൈനിനെ വിളിക്കുന്ന പേരാണ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത്. ഓക്കെ, ആ ലാറ്റസ് റെക്ടത്തിനെ ജോയിൻ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റുകയാണ്. ആ ലാറ്റസ് റെക്ടത്തിനെ എന്ത് ചെയ്യാണ്, ജോയിൻ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ ആക്കിയിട്ട് മാറ്റുകയാണ്. ലാറ്റസ് റെക്ടത്തിനെ ജോയിൻ ചെയ്ത് ട്രയാങ്കിൾ ആക്കിയിട്ട് മാറ്റി. ഞാൻ ഇതിന് വേണമെങ്കിൽ ABC എന്ന് പറഞ്ഞ പേര് എടുക്കാം, ABC എന്ന് പറഞ്ഞ പേര്. അപ്പൊ നമുക്ക് കാണേണ്ടത് പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ ABC ആണ്. പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ ABC ആണ് കാണേണ്ടത്. ഓക്കെ, ദെൻ ഇവിടെ ഫോക്കസ് എന്താ ഉണ്ടാവുക, y സ്ക്വയർ ഈസ് ഈക്വൽ ടു 12x ആണ്. നമുക്കറിയാം ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ax ആണ്. സോ 4a ഈസ് ഈക്വൽ ടു എന്താണ്, 12 ആണ്. a ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, 3 കിട്ടി. എന്ന് വെച്ചാൽ ഫോക്കസിന്റെ കോർഡിനേറ്റ് 30 ആണ്, 30 ആണ്. അപ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് എത്രയാ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് 3 ആയിരിക്കും. ഈ ലെങ്ത് എന്ന് പറയുന്നത് 3 ആണ്. ഇനി നമുക്കറിയാം ലാറ്റസ് റെക്ടം എങ്ങനെ കാണാം, ലാറ്റസ് റെക്ടത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4a ആണ്. ദാറ്റ് ഈസ് 4 into 3 എന്ന് പറഞ്ഞാൽ എത്രയാ, 12 ആണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതാണ് ലാറ്റസ് റെക്ടം. ഇതിന്റെ ടോട്ടൽ ലെങ്ത് ആണ് 12 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ഉണ്ടാവുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6 ആണ് ഉണ്ടാവുക. ഓക്കെ, 6 ആണ് ഉണ്ടാവുക. പറയുന്നത് ക്ലിയർ ആണല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ഉണ്ടാവുക, 6 ആണ് ഉണ്ടാവുക. ദെൻ നിങ്ങൾ നോക്കിക്കോ, ഇവിടെ ആംഗിൾ ഞാൻ 90 ഡിഗ്രി എന്ന് എടുക്കുകയാണ്. ആംഗിൾ എത്ര എടുക്കുകയാണ്, 90 ഡിഗ്രി എന്ന് എടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ട്രയാങ്കിൾ CFB എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ CFB എന്താണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പൊ നമുക്കറിയാം CB എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്, കർണമാണ്. CB ഈസ് ഈക്വൽ ടു എന്താ ഉണ്ടാവുക, റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആണ്. 6 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആണ് ഈസ് ഈക്വൽ ടു 36 പ്ലസ് 9 ആണ്. അപ്പൊ എത്രയായി, റൂട്ട് 45 ആയി. എത്രയായി, റൂട്ട് 45 ആയി. ഓക്കെ ആണ്, റൂട്ട് 45. ആരാ റൂട്ട് 45, ഈ ലെങ്ത് റൂട്ട് 45 ആണ്. അപ്പൊ ഈ ലെങ്ത് റൂട്ട് 45 ആണ്, റൂട്ട് 45 ആണ് അല്ലെ. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ എന്താ ഉണ്ടാവുക, 6 ആണ്. നമുക്ക് പെരിമീറ്റർ കണ്ടുപിടാ. എന്താ പെരിമീറ്റർ ഉണ്ടാവുക, വാട്ട് ഈസ് പെരിമീറ്റർ, പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എന്താ ഉണ്ടാവുക, ഈ സൈഡ് പ്ലസ് ഈ സൈഡ് പ്ലസ് ഈ സൈഡ് ആണ്. ഒരു സൈഡ് എത്രയാണ്, റൂട്ട് 45 ആണ് അല്ലെ. റൂട്ട് 45 പ്ലസ് ഈ സൈഡ് എത്രയാണ്, റൂട്ട് 45 ആണ് പ്ലസ് ഇത് ടോട്ടൽ എത്രയാണ്, 6 പ്ലസ് 6 എന്തായി, 12 ആയി. is equal to root 45 plus root 45. എത്ര root 45 ആയി, 2 root 45 ആയി plus 12 equal to 2 into root 45 നെ നമുക്ക് 9 into 5 എന്ന് എഴുതാം plus 12. 9 into 5 എന്ന് എഴുതാം plus 12. എന്നൊരു ഭാഗം വായിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ 2 റൂട്ട് 9 into 5 എന്ന് പറഞ്ഞാൽ 45 ആണ് പ്ലസ് 12 is equal to
2 ഇൻറ്റു റൂട്ട് 9 എന്ന് പറഞ്ഞാൽ എത്ര? 2 ഇൻറ്റു റൂട്ട് 9 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 ആണ്. പിന്നെ ആരാ ബാക്കി ഉണ്ടാവുക? റൂട്ട് 5 ആണ്. പ്ലസ് എന്തായി? കൂടെ ഒരു 12 ഉണ്ട്. Then 2 into 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 റൂട്ട് 5 പ്ലസ് 12 ആണ്. നിങ്ങൾ നോക്കിയപ്പോൾ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി എന്താണ്? 12 പ്ലസ് 6 റൂട്ട് 5 ആണ്. നല്ല ചോദ്യം കേട്ടോ, നല്ല ചോദ്യമാണ്. സിമ്പിൾ കേസ് അല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് കോണിക് സെക്ഷനിൽ 2019 ചോദിച്ച ചോദ്യമാണ്. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ ചോദ്യം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മളെ +1 കോണിക് സെക്ഷനിൽ ബോർഡ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. +1 കോണിക് സെക്ഷനിൽ ബോർഡ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് തരാനുള്ള ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ +1 കോണിക് സെക്ഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? മസ്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതന്നെയാണ് കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്യുക. അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഏരിയയിലോട്ട് പോവാം. എല്ലാ വിഷയങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ. LPSA, UPSA, KTET, LDC, LGS, പോലീസ് കോൺസ്റ്റബിൾ, മറ്റ് PC ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്കായി PC മേഖലയിൽ പ്രഗത്ഭരായ അധ്യാപകർ നടത്തുന്ന റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസുകൾ, എല്ലാ ദിവസവും ഓൺലൈൻ പരീക്ഷകൾ, എല്ലാ ആഴ്ചയും റിവിഷൻ പരീക്ഷകൾ എന്നിവ നടത്തുന്നു. ആപ്റ്റിക്സ് അക്കാഡമി, മുക്കം 9895509280. ഫ്രീ ക്ലാസുകൾക്കായി ആപ്റ്റിക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്